നിർണായകമായ ഒരു കൂടിക്കാഴ്ചക്കാണ് നിലവിൽ കളമൊരുങ്ങിയിരിക്കുന്നത്. അത് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും തമ്മിലുള്ളതാണ്. ഇടഞ്ഞു നിൽക്കുന്ന രമേശ് ചെന്നിത്തലയെ അനുനയിപ്പിക്കാൻ വി ഡി സതീശൻ നേരിട്ടെത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വഴുതക്കാടുള്ള ദേവദത്തം വസതിയിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നിരിക്കുകയാണ്. അദ്ദേഹം ഇന്ന് നിർണായകമായ മണിക്കൂറുകളാണ് നിലവിൽ ഈ മുൻപിലുള്ളത്. അനുരു അവിടെ നിന്ന് തുടരുന്നുണ്ട്. ഇന്ന് തന്നെ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകളൊക്കെ പൂർത്തിയാക്കി പ്രത്യേകിച്ച് കലാപങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയാണ്. അതിന് മുൻകൈ എടുക്കുന്നത് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ മുൻകൈ എടുത്ത് ഇപ്പോൾ അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് എത്തിയാണ്. ഇന്നലെയും എത്തിയിരുന്നു, ഇന്ന് വീണ്ടും എത്തുന്നു. അപ്പോൾ എന്തായിരിക്കും അവിടെ നടക്കുക എന്നുള്ളതിൽ ഒക്കെ ഒരു രാഷ്ട്രീയ ആകാംക്ഷയും ഉദ്വേഗവും ഒക്കെ ഇപ്പോഴുണ്ട്. ഷാമിലി, മന്ത്രിസഭയിലേക്ക് എത്തണമെങ്കിൽ ആഭ്യന്തര വകുപ്പ് തന്നെ വേണം, കൂടാതെ താൻ പറയുന്ന രണ്ടുപേരെ മന്ത്രിസഭയിലേക്ക് പരിഗണിക്കണം തുടങ്ങിയ ആവശ്യങ്ങളാണ് ഇതുവരെയും രമേശ് ചെന്നിത്തല ഹൈക്കമാൻഡിനോട് ഉന്നയിച്ചിരുന്നത്. എന്നാൽ ആഭ്യന്തര വകുപ്പ് ചെന്നിത്തലയ്ക്ക് നൽകാൻ കഴിയില്ല, മുഖ്യമന്ത്രി എന്ന നിലയിൽ താൻ തന്നെ ആ വകുപ്പ് ഭരിക്കും എന്നുള്ള നിലപാടിലാണ് സതീശൻ. ഈ രണ്ട് കൂട്ടരും തമ്മിൽ വിട്ടുവീഴ്ച ഇല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഹൈക്കമാൻഡിൻ്റെ നിർദ്ദേശപ്രകാരം രമേശ് ചെന്നിത്തലയെ അനുനയിപ്പിക്കാൻ വി ഡി സതീശൻ തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. രാവിലെ മുതൽ കെ സി വേണുഗോപാലുമായി രമേശ് ചെന്നിത്തല ചർച്ച നടത്തിയിരുന്നു. കെ സിയും ഇക്കാര്യത്തിൽ രമേശ് ചെന്നിത്തലയോട് ഒരു വിട്ടുവീഴ്ചയ്ക്ക് ആവശ്യപ്പെട്ടെങ്കിലും രമേശ് ചെന്നിത്തല വഴങ്ങിയിട്ടില്ല. കാരണം മന്ത്രിസഭയിലെ രണ്ടാമനായി താൻ എത്തണമെങ്കിൽ ഉറപ്പായിട്ടും ആഭ്യന്തര വകുപ്പ് തന്നെ തനിക്ക് വേണമെന്നുള്ള നിലപാടിലാണ്. എന്നാൽ കാരണം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന താൻ ഇനി വെറുമൊരു ധനമന്ത്രിയായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള ശക്തമായ നിലപാടിൽ തന്നെയാണ് വി ഡി സതീശനുള്ളത്. കൂടാതെ താൻ പറയുന്ന രണ്ടുപേരെ മന്ത്രിസഭയിലേക്ക് പരിഗണിക്കണം. അതിൽ പ്രധാനി അൻവർ സാദത്താണ്. ഒരുപക്ഷെ രണ്ടുപേരില്ലെങ്കിൽ ഒരാളെയെങ്കിലും അവസാനം നേതൃത്വം പരിഗണിക്കും എന്നുള്ള നിലപാടിൽ തന്നെയാണ് രമേശ് ചെന്നിത്തല ഈ പറയുന്ന രണ്ടുപേരെന്നുള്ളത് പറയുന്നത്. അതിൽ പ്രധാനി അൻവർ സാദത്താണ്. അൻവർ സാദത്തിന് മന്ത്രിസ്ഥാനം കൊടുക്കണം എന്നുള്ളതാണ്. കൂടാതെ KPCC അധ്യക്ഷ സ്ഥാനം ജോസഫ് വാഴയ്ക്കന് കൊടുക്കണം എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു രമേശ് ചെന്നിത്തലയുടെ ഒരു ആവശ്യങ്ങളോടും അനുകൂലമായിട്ടുള്ള തീരുമാനമല്ല സതീശൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഒരു ഘട്ടത്തിലും ആഭ്യന്തര വകുപ്പ് നൽകാൻ കഴിയില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് അദ്ദേഹം നിലനിന്നത്. അപ്പോൾ ഇനി മന്ത്രിസഭയുടെ ഈ പറയുന്ന കോൺഗ്രസ് മന്ത്രിമാരുടെ ഒരു പട്ടിക കൈമാറേണ്ടതുണ്ട്, അവരുടെ വകുപ്പുകൾ തീരുമാനിക്കേണ്ടതുണ്ട്. അതിൽ പ്രധാന വകുപ്പാണ് ആഭ്യന്തരം ആർക്കെന്നുള്ള ഒരു ചോദ്യം. ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ ചെന്നിത്തലയുമായിട്ട് സതീശൻ ഒരു സമവായ ചർച്ച തന്നെ നടത്തുന്നത്. ഈ ഒരു ചർച്ചയുടെ അടിസ്ഥാനത്തിലായിരിക്കും തുടർന്ന് കോൺഗ്രസിൻ്റെ ഒരു മന്ത്രിസഭയുടെ രൂപീകരണവും വകുപ്പുകളുടെ ഒരു ഘടനയുമൊക്കെ വരിക, അല്ലെങ്കിൽ ഒരു ഫോർമുല ഈ ഒരു ചർച്ചയിൽ ഉരുത്തിരിഞ്ഞിരിക്കും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. ശാമിൽ.